ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു റിച്ചീസ് യൂട്യൂബ് ചാനൽ. സോ ഗായ്സ്, ഇന്ന് ഈ വർഷത്തിൻ്റെ അവസാന ദിവസമാണ്. 31st നമ്മുടെ ന്യൂ ഇയർ ഈവാണ് ഇന്ന്. ഓക്കെ, സോ എല്ലാവരോടും അഡ്വാൻസായിട്ട് ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, അടിച്ചു പൊളിച്ചിരിക്കുക. പുതിയൊരു 2024 പുതിയൊരു ഇയർ എല്ലാവർക്കും നല്ല അടിപൊളിയാവട്ടെ. നല്ല ഹാപ്പിനെസ്സും എല്ലാവരും എന്തൊക്കെ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നോ അതൊക്കെ കിട്ടട്ടെ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇന്ന് ആക്ച്വലി തിരിച്ചു പോവാണ്, തിരിച്ച് അബുദാബിക്ക് പോവാണ്. നോർമലി ഞാൻ തിരിച്ചു പോകുന്ന വ്ളോഗൊന്നും അങ്ങനെ എടുക്കാറില്ല, പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെ എടുക്കണമെന്ന് തോന്നി. സോ ഐ തോട്ട് ഓക്കെ, നമ്മൾ പോകുന്നതിൻ്റെ ഒരു കുട്ടി വ്ളോഗായിട്ട് നമുക്ക് എടുക്കാം എന്ന് വിചാരിച്ചു. ഇന്ന് ഈവനിങ്ങിലാണ് ഫ്ലൈറ്റ്, അപ്പോൾ നമ്മളിവിടുന്ന് ഉച്ചയ്ക്ക് പോകും. ബിക്കോസ് ന്യൂ ഇയർ ഈവ് ആയതുകൊണ്ട് റോഡിലൊക്കെ ഭയങ്കര ട്രാഫിക് ഉണ്ടാവും. സോ നമ്മൾ കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ റെഡിയാണ്. പ്രാണും റിയയൊക്കെ നല്ല ഉറക്കത്തിലാണ്, അവരെ എണീപ്പിക്കണം. ബിക്കോസ് സമയം ഇങ്ങനെ സ്പീഡിലാണ് ഗൈസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ ഈ പ്രാവശ്യം ഞാൻ വന്നത് നേരെ എൻ്റെ വീട്ടിലോട്ടാണ്. സോ ഒരു 10-15 ഡേയ്സ് ഉണ്ടായിരുന്നു. ആ ഫുൾ 10-15 ഡേയ്സും ഞാൻ ഇവിടെ തന്നെയാണ് സ്പെൻഡ് ചെയ്തത്. സോ എന്താ പറയുക, തിരിച്ചു പോകുമ്പം നല്ല വിഷമമുണ്ട് ആക്ച്വലി. പിന്നെ ഡാഡിയൊക്കെ ഇങ്ങനെ വയ്യാണ്ടിരിക്കുന്നതുകൊണ്ട് ഒരു എന്താ എപ്പോഴും പോകുന്ന പോലത്തെ അല്ല ഈ പ്രാവശ്യം. കുറച്ച് നല്ല ഒരു ഫീലിങ്സ് ഉണ്ട് ആക്ച്വലി. ഓക്കെ, ബട്ട് നമുക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ഗൈസ്. ജോലി, സ്കൂള് എല്ലാം ഇല്ലേ, അപ്പോൾ നമുക്ക് എങ്ങനെ നമ്മൾ പോകാതിരിക്കും. ഓക്കെ, അപ്പം ഞങ്ങൾ പോകുന്ന കൂട്ടത്തിൽ നിങ്ങളെയും കൂടി കൊണ്ടാവേ. എനിക്കറിയത്തില്ല തിരക്കിൻ്റെ ഇടയിലൊക്കെ എനിക്ക് എങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റും എന്നുള്ളത്, ബട്ട് എന്നാലും മാക്സിമം ഞാൻ എടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ്, ഞാൻ കിച്ചണിൽ വന്നപ്പോൾ മമ്മി ഫുഡ് കഴിക്കുന്നു, റിയ ഉണ്ട്. മമ്മി, ഞങ്ങൾ പോകുന്നതിന് മമ്മിക്ക് എന്താ പറയാനുള്ളത് മമ്മി? ഇത്രയും ദിവസം അനക്കമുണ്ടായിരുന്നു, വീണ്ടും ഇനി ഞാൻ ഒറ്റയ്ക്കല്ല ഡാഡി ഉണ്ട്. ഡാഡിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഡാഡി എപ്പോഴും കിടക്കുന്നു. ഞങ്ങൾ വന്നപ്പോഴത്തെ ആ ഒരു ഇതും പോകുന്നതിൻ്റെ ആ ഒരു ഇതും ഒന്ന് വിശദീകരിക്കാനൊന്നും വന്നപ്പോൾ നല്ല സന്തോഷമായിരുന്നു. എല്ലാവരും കൂടെ സന്തോഷമായിട്ട് ഇത്ര ദിവസം ഫുഡ് ഉണ്ടാക്കാനും കഴിക്കാനും ഒക്കെ ഒരു ഇതുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഒരാടിക്കൊന്നും വേണ്ടാത്തതുകൊണ്ട് ഉണ്ടാക്കാൻ തന്നെ തോന്നാറില്ല. പിന്നെ എന്ത് ചെയ്യാൻ, പോവാതിരിക്കാൻ പറ്റില്ല. പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. പോവാതിരിക്കാൻ പറ്റില്ല, എന്ത് ചെയ്യാനോ. അവരവരുടെ കാര്യങ്ങൾ നോക്കണ്ടേ, പിള്ളേർക്ക് സ്കൂളിൽ പോകണം. പോട്ടെ. ഇനി നമ്മൾ എത്ര ഇൻഷാല്ലാ ജൂലൈയിൽ വരുമ്പം അന്നേരം പ്ലാൻ ചെയ്ത് ഓരോ കാര്യങ്ങൾ വെച്ചാൽ. റിയ, നീ ഇന്ന് പോകുന്നുണ്ടോ, അതോ നീ മമ്മിയുടെയും ഡാഡിയുടെയും കൂടെ നിൽക്കുവാണോ? ഇല്ല, ഇത് പറയേ, നീ പോകുന്നുണ്ടോ? നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പമാണ്. അപ്പവും മട്ടൻ സ്റ്റൂവുമാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. കഴിക്കാനുള്ളൊരു മൂഡില്ല ഗൈസ്. ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കഴിക്കാനുള്ള ഒരു മൂഡ് വരുന്നില്ല. ഗൈസ്, ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ റെഡി ആയിട്ടുണ്ട് പകുതി, റിയയും പകുതി റെഡി ആയിട്ടുണ്ട്. ഓക്കെ, പ്രാൺ റെഡി ആവുന്നതേ ഉള്ളൂ. ഇൻ ബിറ്റ്വീൻ ഗസ്റ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമ്മൾ ലേറ്റായി. അപ്പോൾ അത് പുതിയത് അവൾ മേടിച്ചപ്പോൾ അവളൊന്ന് വെച്ച് നോക്കിയപ്പോൾ അവൾക്ക് തന്നെ അത് ക്യൂട്ടായിട്ട് തോന്നി. ആക്ച്വലി ഇറ്റ് ഇസ് ക്യൂട്ട്, നൈസ്. ഓക്കെ, അപ്പോൾ ഞങ്ങളൊന്ന് ഓടിച്ചൊന്ന് റെഡി ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ആക്ച്വലി നല്ല ഫീലിങ്സ് ഉണ്ട് ഗൈസ്, നല്ല വിഷമമുണ്ട്. പക്ഷേ എന്താ പറയുക, ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ പോവാതിരിക്കാനും നമുക്ക് പറ്റത്തില്ല. സോ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റെഡി ആയിട്ട് കാണാവേ. അപ്പോൾ ഗായ്സ്, ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങാണ്. പ്രാണും റിയൊക്കെ റെഡിയായി. മമ്മിക്കില്ലേ? അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറേ ഇങ്ങ് വന്നു. ഓക്കെ, പോകുന്ന സമയത്ത് ഭയങ്കര വിഷമമായിരുന്നു. ആ സമയത്തൊന്നും വീഡിയോ എടുക്കാനുള്ള ഒരു സാഹചര്യവും ഇല്ലായിരുന്നു, ഒരു മൂഡും ഇല്ലായിരുന്നു. ഒരു വല്ലാത്തൊരു മൂഡിലാണ് നമ്മൾ ഇറങ്ങിയത്. ഡാഡി വീട്ടിലൊറ്റയ്ക്കുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലഞ്ചൊന്നും കഴിച്ചിട്ടില്ല. ഇൻ ബിറ്റ്വീൻ എവിടെയെങ്കിലും കയറി
കഴിക്കാനുള്ള ഒരു പ്ലാനും ഉണ്ട്. നമ്മൾ റോഡൊക്കെ ഇന്ന് ന്യൂ ഇയർ ഈവ് ആയതുകൊണ്ട് റോഡൊക്കെ ബ്ലോക്ക് ആവാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇല്ലെങ്കിൽ ആ ഒരു ടൈമിൽ മാത്രമേ ഇറങ്ങത്തുള്ളായിരുന്നു. പിന്നെ ഞങ്ങൾ കൊച്ചിയിൽ നിന്നാണ് പോകുന്നത്. നോർമലി എൻ്റെ വീട്ടിൽ നിന്ന് പോകുമ്പം ട്രിവാൻഡ്രമാണ് എടുക്കാറ്. പക്ഷേങ്കിൽ ഇതിപ്പോൾ നമ്മൾ റേറ്റ് അനുസരിച്ച് നോക്കിയപ്പം ട്രിവാൻഡ്രംനെക്കാട്ടിലും കുറവായിരുന്നു കൊച്ചി. സോ അതുകൊണ്ടാണ് നമ്മൾ കൊച്ചിയിൽ നിന്ന് പോകുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് കൊച്ചിയിലോട്ട് പോകണമെങ്കിലും ഇച്ചിരി ദൂരമുണ്ട്. പിന്നെ എല്ലാം കൂടി വെച്ച് നോക്കിയപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. സോ ഫാർ ട്രാഫിക്കോ കാര്യങ്ങളോ ഒന്നും കണ്ടില്ല. ഇനി അങ്ങോട്ട് പോകുമ്പോൾ അറിയത്തില്ല എന്താണെന്നുള്ളത്. ഹോട്ടൽ നോക്കി വന്നപ്പോൾ പ്രാൺ പെട്ടെന്ന് ഡൊമിനോസ് കണ്ടപ്പോൾ നമ്മൾ ഇതിൽ കയറാം എന്നുള്ളൊരു പ്ലാൻ വന്നു. അങ്ങനെ ഞങ്ങൾ ഇതിൽ കയറിയപ്പോൾ അതിൽ ആരും ഇല്ലായിരുന്നു, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് മൂവാറ്റുപുഴയിലെ ഡൊമിനോസ് പിസയാണ്. അപ്പോൾ നമ്മളിതിൽ കയറി എന്ത് വേണം എന്നുള്ളൊരു പ്ലാനിൽ ഇങ്ങനെ നോക്കി എല്ലാം ഓർഡറൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ വെയിറ്റിങ്ങിലാണ്. സമയം 3:30 കഴിഞ്ഞു. നമ്മൾ 5 o'clock അവിടെ എത്താനാണ് നമ്മൾ വിചാരിച്ച് വെച്ചിരിക്കുന്നത്. സോ നമ്മൾ പെട്ടെന്ന് ഓർഡർ ചെയ്തു, പെട്ടെന്ന് തരാൻ പറഞ്ഞു, അവർ പെട്ടെന്ന് തന്നു. സോ ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഓക്കെ, അപ്പം ഇതിൻ്റെ കൂടെ നമ്മളൊരു ലാവ കേക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതും കിട്ടി. എല്ലാവരും കഴിക്കാൻ തുടങ്ങി. എല്ലാവരും നല്ല അടിച്ച് പൊളിച്ച് കഴിക്കാനൊക്കെ തുടങ്ങി. ഇതിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടമായത് സ്റ്റഫ്ഡ് ഗാർലിക് ബ്രെഡ് ഉണ്ടായിരുന്നു. അതാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായത്. ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ മൊത്തത്തിലെല്ലാം നല്ല അടിപൊളിയായിരുന്നു. ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് വേഗം ഇവിടുന്ന് ഇറങ്ങാൻ ഉള്ള പ്ലാനിലാണ്. അപ്പോൾ ഞാൻ ഈ ലാവ കേക്ക് എങ്ങനെ ഉണ്ട് ടേസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും എൻ്റെ ചുറ്റിനും നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഞാൻ ആദ്യമേ ഒന്ന് ടേസ്റ്റ് നോക്കി. കുഴപ്പമില്ലായിരുന്നു. നല്ല അത്യാവശ്യം നല്ല അടിപൊളി എന്നല്ല, ബട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിള്ളേർക്ക് റിയയ്ക്കും പ്രാണിനും ഇഷ്ടമായി അല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി എയർപോർട്ട് എത്താറായി. നമ്മുടെ കൊച്ചി എയർപോർട്ട് എത്തി. കറക്റ്റ് സമയത്തിനായിരുന്നു നമ്മൾ വന്നത്. വരുന്ന വഴിക്ക് ട്രാഫിക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. സോ നമ്മൾ കറക്റ്റ് ഓൺ ടൈമിലാണ് വന്ന് എത്തി. അപ്പം ഇനിയും ഇവിടുന്ന് പോവാനുള്ള ഒരു ഇതിലാണ്. റിയ നല്ല ഉറക്കത്തിലായിരുന്നു. സോ എണീറ്റ് പോവാ എന്ന് പറഞ്ഞപ്പം അഫ്കോഴ്സ് റിയയ്ക്ക് വിഷമമുണ്ടായിരുന്നു, പ്രാണിനും വിഷമമുണ്ടായിരുന്നു, എനിക്കും നല്ല വിഷമമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കയറാൻ പോവുകയാണ് ഗൈസ്. അടുത്ത പ്രാവശ്യം സ്റ്റേക്ക് വേണ്ട. ഗൈസ്, ഞങ്ങൾ എയർപോർട്ടിൽ കയറി ബാഗേജൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുക. അത്യാവശ്യം കുറച്ച് തിരക്കുണ്ട്, ഭയങ്കര തിരക്കൊന്നുമില്ല, അങ്ങനെ കുറച്ച് തിരക്കൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി ഗൈസ്, തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടൊന്ന് സെറ്റിലായിട്ട് നമുക്ക് കാണാവേ. ഗൈസ്, ഞങ്ങളുടെ എമിഗ്രേഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ ഗേറ്റ് നമ്പറിലോട്ട് പോവാണ്. ഓക്കെ, റിയ ചെറിയ ഉടക്കില്ല, അതെപ്പോഴും ഉള്ളതാണ്, ആരും മൈൻഡ് ആക്കണ്ട. നമ്മൾ ഇവിടെ എത്തി. ഗേറ്റ് നമ്പർ 5A അതാ വലിയ ആൾക്കാർക്കൊന്നുമില്ല ഗൈസ്. ഇങ്ങോട്ട് വന്നപ്പോൾ വളരെ കൂളാണ്. കണ്ടോ ഗൈസ്, ആരുമില്ല, വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ ഇവിടെ. നീ ആരാ? ഞാൻ സോമൻ. എനിക്ക് ഫ്ലൈറ്റിൽ കയറി. ഞങ്ങൾ വന്ന ഫ്ലൈറ്റ് പോലെ ഇച്ചിരി നല്ല വൃത്തി വീറുമൊക്കെ ഉള്ള ഒരു ഫ്ലൈറ്റാണ്. ലെഗ് സ്പേസ് അത്യാവശ്യമുണ്ട്. പക്ഷേ ഇനിയുള്ള ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്ന് അറിയത്തില്ല. എന്തായാലും പില്ലോ ബ്ലാങ്കറ്റ് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ സീറ്റിംഗ് നല്ല സീറ്റിംഗ് ആണോ. കഴിഞ്ഞ വന്ന സീറ്റിംഗ് പോലെയല്ല. ദിസ് ഈസ് റിയലി നൈസ്, നല്ല സീറ്റിംഗ് ആണ്. ഇനി എയർ ഇന്ത്യക്കാർ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. എനിവേ നല്ല ഫ്ലൈറ്റാണ്, കുഴപ്പമില്ല. ഓക്കെ, ഇവിടെ ഇരുന്ന് ഡോണറ്റ് കഴിക്കും.
ആൾക്കാർ പേടിച്ചു കൊടുത്തു. പ്രാണുള്ളത് ആസ് യൂഷ്വൽ. ഓക്കെ, എനിക്കൊരു ബുക്കും ഞാൻ എൻ്റെ ഫ്രണ്ടിന് മേടിച്ചു, ബ്ലാക്ക് റിവർ. അയ്യോ. ഓക്കെ ഗൈസ്, സോ ഗൈസ് ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് 2 നൂഡിൽസും ഒരു ക്യാപിച്ചിനോയും ഓർഡർ ചെയ്തിട്ടുണ്ട്. നൂഡിൽസ് പിള്ളേർക്ക്, ക്യാപിച്ചിനോ എനിക്കും. അപ്പോൾ ഇതിൽ ക്യാപിച്ചിനോന് 100 റുപ്പീസും 2 കപ്പ് നൂഡിൽസിനും കൂടിയിട്ട് 600 റുപ്പീസാണ്. ഓക്കെ, ആക്ച്വലി ഞങ്ങൾ വരാൻ നേരത്ത് ഫുഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കിക്കൊണ്ടാണ് വന്നത് ഫ്ലൈറ്റിലിരുന്ന് കഴിക്കാൻ വേണ്ടി. കാരണം നമ്മളിവിടെ എത്തുമ്പോൾ ലേറ്റാവും. സോ എനിക്ക് ഇത് എങ്ങനെ ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്തതാണ്. ആക്ച്വലി ഇറ്റ് വാസ് ഓക്കെ എന്നേ ഞാൻ പറയുള്ളൂ. ഞങ്ങൾ അബുദാബി എയർപോർട്ടിൽ എത്തി. നമ്മൾ ഇച്ചിരി നേരത്തെയാണ് എത്തിയത്. സോ പ്രവീൺ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല. റിയൊക്കെ നല്ല ഉറക്കമായിരുന്നു. ഇപ്പോൾ എണീറ്റ്. പ്രാൺ, അബുദാബി വന്നിട്ട് ഹൗ ഡു യു ഫീൽ? ഐ ഫീൽ പറഞ്ഞിട്ട് എൻ്റെ ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഭയങ്കര വലിയ എയർപോർട്ടാണ് ഗൈസ്. അതുകൊണ്ട് നടന്നിട്ടും എത്തുന്നില്ല. ഓക്കെ, അപ്പോൾ ഞങ്ങൾ എല്ലാം ഒന്ന് കണ്ടുപിടിച്ചിട്ട് വരാവേ ഗൈസ്. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഞങ്ങൾ ലഗേജിന് നോക്കിയിരിക്കുക. എൻ്റെ അമ്മയെ വലിയ എയർപോർട്ടാണ്, നല്ല അടിപൊളി എയർപോർട്ടാണ്. പക്ഷേങ്കിൽ കുറേ നടക്കാനുണ്ട്, ഒരുപാട് നടക്കാനുണ്ട്. നല്ല അടിപൊളി തിരക്കുണ്ട്. നിങ്ങൾക്ക് കാണാം ബാക്ക്ഗ്രൗണ്ടിൽ ഫുള്ള് നല്ല അടിപൊളി തിരക്കാണ്. പ്രവീൺ ഇതിലായിട്ടും എത്തിയിട്ടുമില്ല. വിളിച്ചിരുന്നു, എത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. ന്യൂ ഇയറിൻ്റെ തിരക്കാണോ എന്താ സംഭവം എന്ന് അറിയത്തില്ല. എന്തായാലും ഞങ്ങൾ ലഗേജ് കിട്ടിയിട്ട് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് കാണാറേ. ഓക്കെ ഗൈസ്, ഭാഗ്യം പ്രവീൺ എത്തിപ്പോയി ഗൈസ്. എത്തിപ്പോയി. അവിടെയാണ്. അമ്മ ഹായ്. അങ്ങനെയാണ്